വരികയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്നൊരു കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ അറിയാലോ, PSC കണ്ടൻറ് ഹബ്ബാണ്. ഇനി ചാനലിലേക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഇനി വീഡിയോസുകൾ തിരക്കൊണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം നിങ്ങൾ സദയം ക്ഷമിക്കുക. നേരെ കിട്ടുന്നതിനനുസരിച്ച് ഞാനത് ചെയ്തോളാം. നല്ല രീതിയിൽ റീച്ചായി വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സപ്പോർട്ട് വരുമ്പം എനിക്ക് തീരെ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ചെയ്യേണ്ടതാണ്. ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ, ഒരു ഇൻട്രോ, ടെൻസിൻ്റെ ഒരു ഇൻട്രോ നമുക്കൊന്ന് ഇടാം. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ടെൻസ് എന്ന് പറയുന്നത് വെർബിനെ ഹിറ്റ് ചെയ്യുന്നൊരു കാര്യവും ഒരു പ്രവൃത്തി എപ്പോൾ നടന്നു എന്ന് നമുക്ക് കേൾവിക്കാരന് ബോധം ഉളവാക്കുക എന്നുള്ളതാണ് ഈ കാലം. ആ ഒരു പ്രവൃത്തി നടന്ന സമയം, അത് ചിലപ്പോൾ കഴിഞ്ഞു പോയതാവാം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാവാം, ഇനി വരാനുള്ളതാവാം. മനസ്സിലായി? അപ്പം അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ടെൻസ്. വെർബിലാണ് അത് ഹിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. സോ കഴിഞ്ഞു പോയതിനെ നമ്മൾ ഭൂതകാലം എന്ന് മലയാളത്തിൽ പറയും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലം എന്ന് പറയും. ഇനി വരാൻ പോകുന്നതാണ് ഭാവികാലം, അത് പാസ്റ്റ് ടെൻസ്. പിന്നെന്താണ്, ഭൂതകാലമാണ്. വർത്തമാനകാലം എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസാണ്. ഇനി വരാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസുമായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇനി ഇതിനൊക്കെ ഓരോന്നിനും 4 പിരിവുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓരോ സെൻറ്റൻസുകളിലായിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പ്രോനൗൺസിനെ പറ്റി നമുക്ക് പറയാം. പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവ്വനാമം. പ്രധാനമായിട്ടും സംസാരിക്കുന്ന ആൾ, അത് കേൾക്കുന്ന ആൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നു, ഇങ്ങനെ വരും. അപ്പോൾ സംസാരിക്കുന്ന ആൾ ആരാണോ അതാണ് ഫസ്റ്റ് പേഴ്സൺ. മനസ്സിലായോ? ഉത്തമ പുരുഷ സർവ്വനാമം, അതാണ് മലയാളത്തിൽ പറയാം. ഞാൻ സംസാരിക്കുകയാണ്, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ. ഞാൻ മാത്രമല്ല, 2-3 പേരുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയത്തില്ലേ. സോ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി വരും. മനസ്സിലായത്? അപ്പോൾ പ്രോനൗൺ കാറ്റഗറിയിൽ വരിക. ഇനി എനിക്ക് ഒരാളോട് മാത്രമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരോട് സംസാരിക്കാം. അപ്പോൾ ഒരാളോട് മാത്രമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്ന ആൾ, ശ്രോതാവ് ഒരാളാണ്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു ആണ്. 2-3 പേരുമ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെന്ന് വരും, അതിൻ്റെ പ്ലൂറലും യു ആണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, അതിൻ്റെ പ്ലൂറൽ യു തന്നെ. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ ആരൊക്കെ വരാം? എനിക്ക് അവനെക്കുറിച്ച് പറയാം, അവളെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് പറയാം. മനസ്സിലായി? ഇതിപ്പോൾ ഓരോരോ ഒക്കേഷൻസ് വരുന്നതനുസരിച്ച് ഈ വ്യക്തി അവളുടെ പേരനുസരിച്ച് മാറുന്നു, അവളുടെയും പേരനുസരിച്ച് മാറുന്നു. അതെന്തൊക്കെയാണോ താൽക്കാലിക സാഹചര്യങ്ങളിൽ അതാത് സാധനങ്ങളുടെ പേരായിട്ട് വരുന്നു. സോ പൊതുവെ ഹി, ഷി, ഇറ്റ്. മനസ്സിലായോ? അതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ. ഇതിനെല്ലാം പ്ലൂറലിൽ വരുമ്പോൾ ദേ വരും. അപ്പോൾ ഈ സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ടെൻസിൻ്റെ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഒന്നുകൂടി ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, പ്ലൂറൽ യു, തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷി, ഇറ്റ്, അതിൻ്റെ പ്ലൂറൽ ദേ. ഇത്രയാണ്. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മളിത് ഇൻട്രോ ആണ് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് പോയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇത് ഞാൻ സംഭവങ്ങളെല്ലാം ഈ വീഡിയോയിലൊന്ന് അടുക്കിക്കൂട്ടി തരികയാണ്, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി വേണ്ടുന്നത് ഈ ടെൻസുകളുടെ പിരിവ്. ഞാൻ പറഞ്ഞല്ലോ, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 4 പിരിവുണ്ട്. പാസ്റ്റ് ടെൻസിന് 4 പിരിവുണ്ട്. ഫ്യൂച്ചർ ടെൻസിനും 4 പിരിവുണ്ട്. ഇനി അത് ഏതൊക്കെ? അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാ പിള്ളേർ അറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അത് അറിഞ്ഞ് തറവായിട്ടിരിക്കുന്ന കൊച്ചുങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻസ് അറിയാത്തതിൻ്റെ പേരിൽ ഗ്രാമർ സ്ട്രക്കായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് കുഞ്ഞു ക്ലാസ്സുകളിൽ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ടോ മനഃപൂർവ്വം ശ്രദ്ധിക്കാഞ്ഞിട്ടോ വേറെ കാര്യങ്ങളിൽ വൃത്തികേടൊക്കെ കാണിച്ച് കൊച്ചുങ്ങൾ നടന്നതിൻ്റെ പേരിൽ ഒക്കെ വന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇപ്പം പഠിക്കുമ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ട് വരും. നമുക്ക് പ്രധാനമായിട്ടും ആ പാസീവ് വോയിസ് വരും, റിപ്പോർട്ടർ സ്പീച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വെർബിൻ്റെ കറക്റ്റ് ഫോം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ടെൻസ് വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണ്, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ടെൻസ് സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായോ? പഠിക്കുന്ന എന്തോ ആയിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ ആയിട്ട് പഠിച്ചാൽ പെർഫെക്റ്റും കണ്ടിന്യൂസും ആയിട്ട് പഠിച്ചാൽ ടെൻസ് സിമ്പിളാണ്. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളും സിമ്പിളായിരിക്കും. അപ്പോൾ സാർ എന്താ പറഞ്ഞേ? ടെൻസ് സിമ്പിളായിട്ടാണ് പഠിക്കണം. സിമ്പിളാണ് കാര്യം. പിന്നെന്താ? പഠിക്കുമ്പോൾ എന്തോ ശ്രദ്ധിക്കേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. പിന്നെ എന്തോ ആയിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ പെർഫെക്റ്റും കണ്ടിന്യൂസുമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ടെൻസ് ഈസി ആവും. അതുവഴി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും ഈസി ആവും എന്നൊന്ന് ആലോചിച്ചേ. അപ്പോൾ ഇതൊന്ന് കേട്ട് മനസ്സിലാക്കുക. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഇത്രയൊന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫോമുകൾ പഠിക്കണം. പിന്നെ സാറ് പറഞ്ഞു തന്ന ആ സബ്ജക്റ്റ് ഉണ്ടല്ലോ, സബ്ജക്റ്റ് ഐ, വി, യു,
പിന്നെ ഒരു യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇത്രയും സബ്ജക്റ്റുകളിൽ ഈ ഫോർമുല വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ സെൻറ്റൻസുകളാവും. പിന്നെ നമുക്ക് അറിയേണ്ടുന്നത് ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ടെൻസിലാണെന്ന് അറിയണം. പിന്നെന്താണ് ഒരു ടെൻസ് ബാക്കിയുള്ള ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ ബാക്കി 11 എഴുതാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളത് എടുക്കുവാണ്. ടെൻസ് സിമ്പിളാണെന്ന് പറഞ്ഞപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണമെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റും കണ്ടിന്യൂസും ആണെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പിരിവുകൾ ഏതൊക്കെയാണ്? പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസ് എടുത്തോ. സിമ്പിൾ പാസ്റ്റ് സിമ്പിളായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, പാസ്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആയിരിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റും കണ്ടിന്യൂസും ആയിരിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ പറയുമ്പോഴോ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കറക്റ്റായിട്ട് പറയാൻ പറ്റുമെന്നുള്ള അറിയാലോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫോമുകൾ പഠിക്കണം, അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കണം. പിന്നെ ഓരോരോ ടെൻസുകൾ കാണുമ്പോൾ ഒരു സെൻറ്റൻസിലെ ടെൻസ് ഏതാണെന്ന് അറിയാനും പറ്റണം. ബാക്കിയുള്ളതിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ഇത്രയും നമുക്ക് ഓരോരോ ക്ലാസ്സുകളായിട്ട് ഇനി പഠിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയൊരു വീഡിയോ പറയുന്നതുള്ളൂ കേട്ടോ, ഒരുപാട് പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിളാണ്, ടെൻസ് പഠിക്കുക. ഇതുവരെ പഠിക്കാൻ ശ്രദ്ധിക്കാത്തവർ ഈ വീഡിയോസിലിരുന്ന് പഠിക്കുക. താങ്ക് യു.